ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ചിരിക്കുന്നേ? എന്നെയും കൊണ്ട് ആശുപത്രി തോറും നടന്ന് നീയും ഡോക്ടർമാരെ പോലെ സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോ സ്റ്റെതസ്കോപ്പും കൊണ്ട് എല്ലാവരെയും ചികിത്സിക്കാൻ നടക്കാം. ഇതങ്ങോട്ട് കഴിച്ചേ. അതെ, ഇന്ന് 1-2 ടെസ്റ്റുകൾ കൂടിയുണ്ട്. ഡോക്ടർ വന്ന് പറയുമ്പോ അമ്മ അതിന് റെഡി ആവണം. ഗോപാലമാമ പുറത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഗോപാലമാമ നോക്കിക്കോളും. മോളെ, നീ ഇതെവിടെ പോവാ? അമ്മയോട് പറഞ്ഞില്ലേ? ഇവരുടെ ഓഫീസിലെ ഇന്ന് ഡൽഹിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കൃഷ്ണ അവിടെ വേണോന്ന് ഓഫീസിലുള്ളവര് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അത് തങ്കേച്ചിയോട് എങ്ങനെ പറയുമെന്നുള്ള വിഷമത്തിലാ അവള് നിക്കുന്നേ. പോകേണ്ട കാര്യമാണെങ്കിൽ പിന്നെ പോവാതെ പറ്റുമോ? അവരത്രയും നല്ല രീതിയിൽ മോളെ കാണുമ്പോ എങ്ങനെയാ പോകാണ്ടിരിക്കുന്നേ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോ അതിപ്പോ ആശുപത്രിയിലായാലും വീട്ടിലായാലും ഞാൻ ഒരിടത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ. എന്റെ മോള് ചെല്ല്, പോയിട്ട് വാ. അല്ല, നീ ഫോട്ടോ എടുക്കാറൊന്നുമില്ലേ? നിന്റെ ഓഫീസില് വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറില്ലേ? അക്കാര്യം ചോദിച്ചതാ. അതില് ഒരു ഫോട്ടോ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണേ. വലിയ വലിയ ആൾക്കാരുടെ കൂടെ നീ നിൽക്കുന്നത് കാണാൻ അമ്മയ്ക്ക് കൊതിയായിട്ടാ. അല്ല, ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. രണ്ടുപേർക്കും ഒരിടത്താണ് ജോലിയെന്ന് തോന്നിപ്പോവുക. എന്നാ പിന്നെ സമയം കളയണ്ട, മോള് പോയിക്കോ. ശരി അമ്മേ. മോളെ, ഗോപാലമാമ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഗോപാലമാമ എന്നെ വിളിക്കണം. അതൊന്നും മോള് പേടിക്കണ്ട. ഗോപാലമാമയുടെ കാര്യങ്ങളെല്ലാം മുടങ്ങിയല്ലേ? അതിന്റെ കണക്ക് പറച്ചിലാണോ ഇപ്പൊ നടക്കേണ്ടത്? തങ്കത്തിന്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. നിങ്ങൾ പോവാൻ നോക്ക്. ഓഫീസിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് സുനന്ദേച്ചി അമ്മയോട് പറഞ്ഞു. അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തോണ്ട് വരുമോ എന്ന് അമ്മ ചോദിച്ചു. അമ്മയെ പറ്റിച്ച് മോള് ഫോട്ടോ എടുക്കാൻ തന്നെയാ പോന്നെ. ഇനി അവിടെ ചെന്നിട്ട് എല്ലാം മറന്നു ചിരിക്കണം, സംസാരിക്കണം. കേമാണ് എന്റെ ജാതകം, അല്ലേ?